ഇത് നിങ്ങളിലെ അനുവദിച്ചു കിട്ടാത്ത ഒരു കർമ്മം എത്രയോ യുഗങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒരു ദോഷവൃത്തിയെ ഒരു ജാതിക്കോ ഒരു മതത്തിനോ എന്ന് നമ്മളെ ധരിക്കരുത്. മനുഷ്യലോകത്തിന് മൊത്തം അങ്ങനെ ഒരു ദോഷമാണ് നമ്മളിൽ എത്തി നിൽക്കുന്നതെന്ന് നമ്മുടെ ആളുകൾക്ക്, പിന്നെ ഇന്ത്യയാണ് ഇതിൻ്റെ മുൻപന്തിയിലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എവിടെ തുടങ്ങി എവിടെ ഇത് നിന്നുപോയി ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് ഒരറിവോളം നമുക്ക് എടുക്കാൻ കഴിയുന്നതേയില്ല. ഇതിന് കാരണം വീടും നാടും രാജ്യവും പണവും സമ്പത്തും കരുതലുമായിട്ട് ജീവിച്ച് നമ്മൾ വിചാരിക്കുന്ന ഒരറിവ് തികച്ചും ഒരു തെറ്റിന്റെ സ്ഥാനത്താണ്. എന്തുകൊണ്ട്? പണവും ശേഷിയും സമ്പത്തും വേണ്ടെന്ന് പറയുന്നത് ചില അറിവുകളാണ്. ഇതെല്ലാം വേണം. അത് നിലനിൽക്കണമെങ്കിലോ നമുക്ക് പുണ്യം എന്ന് പറഞ്ഞ ഒരു സംഗതി വേണം. ഈ പുണ്യം ഇല്ലാത്തത് കൊണ്ട് എന്തെല്ലാം കൈ കിട്ടിയാലും ബുദ്ധി എങ്ങനെയെല്ലാം വിറ്റാലും അത് കയ്യിൽ നിൽക്കാതെ വരികയാണ്. അതെന്തുകൊണ്ട് വന്ന് അതെല്ലാം തൊഴിലാളി വഴക്ക് പോലെ കൊണ്ടുനടന്നാൽ അത് പൂർത്തിയാകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു മിഥ്യാബോധമാണ്. ലോകത്തെന്നും ഈ വഴക്കും ധാരണയും അറിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഇല്ലാതെയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം എന്നൊരു ധാരണ നമ്മൾ വയ്ക്കരുത്. അത് ലോകത്തോടെ ഉള്ള ഒരു കർമ്മശേഷിയാണ്. ഇത് യുഗങ്ങളായിട്ട് നടന്നു വന്നതിൻ്റെ ഒരു പരിചയം നമുക്കുണ്ട്. ഇതിനപ്പുറത്തോട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള അറിവുമില്ല. ഏതെങ്കിലും ഒരു അറിവിന്റെ ഭാഗത്ത് നമുക്കത് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു അറിവിന്റെ ഒരു കുറവ് സങ്കല്പിച്ച് മാറ്റുന്നത് കലിയാണ് കാലം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് ധരിക്കുന്ന ആളുകളാണ് അധികം പേരും. അധികം പേരല്ല, എല്ലാവരും തന്നെയെന്ന് പറയത്തക്ക രീതിയാണ്. പക്ഷെ ഈ കലിയിലാണ് ഒരു പരിവർത്തനം നമുക്ക് കിട്ടേണ്ടത്. ആ കലിയുടെ ധർമ്മം എന്താണെന്ന് നമ്മളെ പറഞ്ഞെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ നിങ്ങൾക്ക് 25 ചതുരയുഗം എന്ന് പറയുമ്പോൾ നമ്മുടെ
ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ചരിത്ര സത്യം എടുത്തു കാണാൻ നമുക്ക് കഴിയില്ല, കണക്കില്ല. അഥവാ കണക്കുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അറിയാത്ത ഒരു ഭാഗത്തൊരു പുസ്തകത്തിൽ ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? ഇത് നമ്മുടെ അറിവുകളോട് തന്നെ വന്ന് സംഭവിച്ചതാണെന്ന് പറയാനുള്ള അറിവും നമുക്കില്ല. ഇതിനെ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു അർപ്പണ വശം തന്നിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും ആൺപിള്ളേരും പെൺപിള്ളേരുമാണ് അധികം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു പകുതി പ്രായമൊക്കെ ചെന്നവരെ മനസ്സിലാക്കേണ്ടെന്നല്ല പറയുന്നത്. നിങ്ങളും മനസ്സിലാക്കിയിട്ട് ഖേദിച്ച് ഈ ധർമ്മം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കാര്യമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ കിട്ടണം എന്നൊരറിവ് നിങ്ങൾ തികച്ചും നിങ്ങളുടെ മനസ്സ് നൊന്തെടുക്കേണ്ട ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫലിപ്പിച്ചെടുക്കത്തക്ക കർമ്മം ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. അതൊരു ജാതിക്കോ ഒരു മതത്തിനോ അല്ല. എല്ലാ ജാതി മത ഭേദമില്ലാതെ. അതാണ് നിങ്ങളോട് പറയുന്നത്. 25 കൊല്ലത്തിന് ശേഷം ജനിച്ച മക്കളുടെ ബുദ്ധി വേറെയാണ്. അത് 12 കൊല്ലം കഴിയുമ്പോൾ അത് ആവർത്തിച്ചു വരികയാണ്. ഇവരെ പ്രവൃത്തി പദത്തിലാക്കണമെങ്കിൽ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഭാഗം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു അനുകൂല ഭാവം പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതകാലം മൊത്തം തപസ് ചെയ്താൽ ഒരു ദേവന്റെ, ദേവിയുടെ, അല്ലെങ്കിൽ ഒരു പിശാചിന്റെ, അല്ലെങ്കിൽ ഏറ്റവും പരീക്ഷ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന സിദ്ധിവിശേഷങ്ങൾ പോലെ ചില പിശാചിനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. അത് ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെ ചാത്തൽ സേവ എന്ന് പറയുന്ന ഒരു കർമ്മം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കണ്ടതുമാണ്. അത് വർക്കല വെച്ചാണ്. ഈ ഒരു കാരണവുമില്ലാതെ അധികം പേരും ഇങ്ങനെ ഉപദ്രവ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യും. അത് നിങ്ങൾക്കൊക്കെ അത് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ എന്തുപോലെയെന്നറിയാൻ വയ്യ. ഇത് ചെയ്യുന്ന തെറ്റാണ്, പിള്ളേർ ചെയ്യുന്ന തെറ്റാണ് എന്നൊക്കെ എന്നോട് അടുത്ത് വരികയുള്ളവർ പറയുന്നു. ഇതെന്ത് പറഞ്ഞിട്ടും ഞാനതിനെ അത്ര കാര്യം നോക്കിയില്ല. കാരണം തെറ്റായിട്ട് വരട്ടെ, അത് തിരുത്തിയെടുക്കാൻ നമുക്കൊരു പരിചയം വരണമല്ലോ. അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ തെറ്റായിട്ട് എന്നെ കണ്ടു. ശരിയാണ്, അതിനെ എങ്ങനെ തിരുത്തും? അപ്പോഴേ ഒരു പിടിയില്ല. അതങ്ങനെ 12 കൊല്ലം വർക്കനെ അതിനു വേണ്ടി കൈകാര്യം ചെയ്തു. അവിടെ കുറെ അതിനകത്ത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് പറഞ്ഞ ആളുകൾ കുറെ വന്നു. പക്ഷെ പിന്നീട് അത് തിരിച്ചും വന്നു. ഇവിടെ വന്നപ്പോഴും അതുപോലെ വന്നു. അത് വീണ്ടും തിരിച്ചു വന്നു. ഇതിനൊരു നേരായ വഴി എങ്ങനെ തിരിഞ്ഞു കിട്ടുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ ഇതിനിടയ്ക്ക് ഏതാണ്ട് 30 പ്രഭാകരൻ ഇവിടെ ഉണ്ടോ? ഇവിടെ വന്നിരുന്നില്ല. അപ്പൊ ഉണ്ടായിരുന്ന പ്രഭാകരൻ മേഖലയിൽ
അവരെപ്പോലെ 3-4 പേരുണ്ടായിരുന്നു. ഇന്നും ജോലിയൊക്കെയായി ഇങ്ങനെ കഴിഞ്ഞു കൊടുന്നു. ഈ അമ്മ ഇങ്ങനെ ഒരു പൂർത്തീകരണമെന്ന് പറയും. അങ്ങനെ അനേകം പൂർത്തീകരണമെന്ന് പറഞ്ഞു. ഇത് ആകാശത്ത് അവസാനം ആദ്യം 7 തേര് വന്നു. നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അത് അന്നിവിടെ ഒരു രോഗി എന്ന് പറയുന്ന ആകാശചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കൂടിയ പട്ടാളക്കാരനാണ്. ഇവന്റെ ശേഷിയും വളരെ വലുതാണ്. ഇവൻ തന്നെ പരീക്ഷ വലുതും കാണിച്ചു. ഇവൻ ഈ ഒരു വിലപ്പഴവും ഒരു പറയാവല്ലോ ഇവനിങ്ങനെ ചെറിയ ഒരു അനുഗ്രഹം പോലെ വന്നിട്ട് കുഴയ്ക്കും. വാങ്ങിച്ചാൽ പൂർണ്ണമായിട്ടും കുഴച്ചിട്ട് ഇതത്രയും വാരിത്തിന്ന് വെള്ളം കുടിച്ച് ഇതിൽ നിന്ന് ഒരു പിടി ബാക്കിയാണ്. അത് അവൻ്റെ അടുത്ത് ചില പിശാച രോഗമുള്ളവരും അതൊക്കെ ചെന്നാൽ ഇവൻ ഇത് പിടിച്ചാൽ കൈ കൊടുക്കുമ്പോൾ അത് തീർന്നു. ഇങ്ങനെയുള്ള ആളാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ കാണിച്ചെന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ആകാശയന്ത്രമെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അത് ശ്രീരാമന്റെ കാലത്ത് നിന്നെ എനിക്ക് കൊല്ലാൻ അധികാരമില്ല, നീ ഇന്ന കാലത്ത് നീ അത് നിന്റെ നാശത്തിന് വിധിക്കും എന്ന് പറഞ്ഞ് അയച്ചതായിട്ടാണ്.
ब्रह्मणे नमः। ओम श्री
सत्यप्रदा